വാർത്തകളിലേക്ക്. ദല്ലാൽ കൂടിക്കാഴ്ച ആരോപണത്തിൽ നടപടി ആരംഭിച്ച് LDF കൺവീനർ EP ജയരാജൻ. EPയെ അപമാനിക്കുന്നതിലൂടെ പാർട്ടിയെ അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നതായാണ് വിലയിരുത്തൽ. വിഷയത്തിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കടുത്ത നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഇതിന്റെ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് പാർട്ടി നിർദ്ദേശമനുസരിച്ചുള്ള EPയുടെ നീക്കങ്ങൾ? അജിംഷാദ്, EP ജയരാജന്റെ വിഷയത്തിൽ വലിയൊരു ചർച്ച തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ആദ്യം ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ അതിൽ പാർട്ടിക്ക് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് EP ജയരാജന്റെ വിശദീകരണം പാർട്ടിക്ക് വ്യക്തമായിരുന്നു. അതായത് ഈ പ്രകാശ് ജാവ്ദേക്കർ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സാധാരണഗതിയിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒഴിവാക്കാതിരുന്നത്. രാഷ്ട്രീയപരമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതേസമയം കടുത്ത ആരോപണങ്ങൾ അതിന് പിന്നാലെ ഉന്നയിച്ചിരുന്നു. എന്നാൽ പാർട്ടി ഇത് ശരിവെക്കാതെ വന്നപ്പോൾ തന്നെ അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നത് മറ്റൊരു ആരോപണമാണ്. ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചയിൽ പങ്കുചേർന്നു. അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷം EP ജയരാജൻ BJPയിലേക്ക് വരുമെന്ന് ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ചു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. K സുധാകരൻ അടക്കം ശക്തമായ ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടിയുടെ സമ്മതമുണ്ട്. EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നത്. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചത്. വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയെയും തന്നെയും അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമം പലരും വഴി നടന്നിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ക്രിമിനൽ സിവിൽ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നടപടികൾ തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദല്ലാൽ നന്ദകുമാർ, അതോടൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരൻ, BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന വക്കീൽ നോട്ടീസ് സൂചിപ്പിച്ചത്. ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയുക, അല്ലാത്ത പക്ഷം നിയമ നടപടി ഉണ്ടാകും. 2 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടായിരിക്കും നിയമ നടപടി സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ പിന്തുണയുള്ളത്. ഏതായാലും EP ജയരാജൻ, LDF കൺവീനർ കൂടിയായ EP ജയരാജൻ ഇതിന് ശക്തമായ പ്രതികരണം തന്നെയായിരിക്കും നൽകുന്നത്. പ്രധാനമായും 50 വർഷത്തോളം തന്നെ രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തിയെ BJPയിലേക്ക് വരുമെന്ന് പറഞ്ഞ് ആരോപിക്കുന്നത് കടുത്ത ആരോപണമായി തന്നെയാണ് പാർട്ടിയും നോക്കിക്കാണുന്നത്. പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചുവെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് EP ജയരാജൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ 3 പേർക്കും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തുടർ നടപടികളും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആജിംഷാദ്.